നമസ്കാരം. എല്ലാവർക്കും കുമാർ കണക്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ശനിയുടെയും വ്യാഴത്തിന്റെയും രാശിമാറ്റത്തിന് ശേഷം രാഹുവും കേതുവും രാശി മാറുകയാണ്. 2025 എന്ന് പറയുന്നത് ഒരുപാട് ഗ്രഹങ്ങളുടെ രാശിമാറ്റം സംഭവിക്കുന്ന ഒരു അപൂർവ വർഷം തന്നെയാണ്. ഇവിടെ 12 രാശിയിലും ഏറ്റവും കൂടുതൽ ഗുണം അനുഭവിക്കാൻ പോകുന്ന ഒരു രാശി തന്നെയാണ് ധനുരാശി എന്ന് പറയുന്നത്. ധനുരാശിയുടെ ശനിയുടെയും വ്യാഴത്തിന്റെയും സെപ്പറേറ്റ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും ശനിയുടെയും വ്യാഴത്തിന്റെയും രാഹുവിന്റെയും ഒരുമിച്ചുള്ളൊരു വീഡിയോ ചെയ്യണമെന്ന് പലരും അഭിപ്രായപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇവിടെ ധനുരാശിക്കാരുടെ ശനിമാറ്റം നോക്കുമ്പോൾ 4-ാം ഭാവത്തിലേക്കാണ് ശനി വന്നിരിക്കുന്നത്. അതുകൂടാതെ വ്യാഴമാറ്റത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ 7-ാം ഭാവത്തിലേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത്. രാഹു 3-ാം ഭാവത്തിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ ശനി 4-ാം ഭാവത്തിലേക്ക് വരുമ്പോൾ കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടാവുമെങ്കിലും ശനി മീനം രാശിയിലേക്കാണ് വന്നിരിക്കുന്നത്. ഏകദേശം 30 വർഷങ്ങൾക്ക് ശേഷമാണ് ശനി മീനം രാശിയിലേക്ക് വന്നിരിക്കുന്നത്. മീനം എന്ന് പറയുന്നത് വ്യാഴത്തിന്റെ ക്ഷേത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ ശനി ഇവർക്ക് അത്ര ദോഷകാരകനല്ല. കൂടാതെ വ്യാഴം എന്ന് പറയുന്നത് 7-ാം ഭാവത്തിലേക്കാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് ശത്രുഭാവത്തിൽ 6-ാം ഭാവത്തിൽ നിന്നിരുന്ന വ്യാഴം 7-ാം ഭാവത്തിലേക്ക് വരുമ്പോൾ വളരെയധികം അനുകൂലമായ ഫലങ്ങളാണ് ഇവർക്ക് ലഭിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് 2, 5, 7, 9, 11 ഭാവങ്ങളിൽ വ്യാഴം നിൽക്കുമ്പോൾ വളരെയധികം മേന്മ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അതിൽ ഏറ്റവും ശ്രേയസ്സുള്ള ഒരു ഭാവം തന്നെയാണ് 7-ാം ഭാവം എന്ന് പറയുന്നത്. നമ്മുടെ ബന്ധങ്ങളെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു ഭാവം കൂടിയാണ്. അതുകൊണ്ട് തന്നെ നല്ല നല്ല ബന്ധങ്ങളിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഉയർച്ചകൾ ഉണ്ടാകുന്നതാണ്. തൊഴിൽ സ്ഥാനങ്ങളിലൊക്കെ മേലുദ്യോഗസ്ഥരുമായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് ഒരാളുമായിട്ടൊക്കെ ഉയർന്ന ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ ഒരു അടുപ്പമുണ്ടായിട്ട് അതുവഴി ജീവിതത്തിൽ മെച്ചമുണ്ടാകുന്ന സമയമാണ്. ഒരുപാട് നാളുകളായിട്ട് വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കാനുള്ള സാധ്യതയൊക്കെ വന്നു ചേരുന്ന സമയമാണ്. വിദേശ യാത്രകളൊക്കെ പോകാൻ പറ്റുന്ന സമയമാണ്. അങ്ങനെ എല്ലാ തരത്തിലും ഈ ഒരു വ്യാഴത്തിന്റെ മാറ്റം ധനുരാശിക്കാർക്ക് വളരെയധികം മെച്ചപ്പെട്ട ഒരു സമയമായിരിക്കും തരാൻ പോകുന്നത്. ഇനി രാഹുവിന്റെ രാശിമാറ്റത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ 1.5 വർഷമാണ് രാഹു ഈ രാശിയിൽ നിൽക്കുന്നത്. ഈ 1.5 വർഷം നിൽക്കുന്ന ഈ രാഹു ഇവർക്ക് 3-ാം ഭാവത്തിലേക്കാണ് മെയ് 18-ന് മാറിയിരിക്കുന്നത്. ഇത് അവസരങ്ങളുടെ വാതിൽ തുറക്കുന്ന ഒരു സവിശേഷത കാണിക്കുന്നുണ്ട്. നിങ്ങൾ എപ്പോഴും വളരെ എൻഗേജ്ഡ് ആയിരിക്കും. അത് നിങ്ങളുടെ ജോലി കാര്യങ്ങൾക്കാണെങ്കിലും അല്ലെങ്കിൽ വിദ്യാഭ്യാസം ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിലും നിങ്ങൾ എപ്പോഴും നല്ല എൻഗേജ്ഡ് ആയിരിക്കും. നല്ല നല്ല സൗഹൃദങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകുന്ന സമയമാണ്. കൂടാതെ നിങ്ങൾ നല്ല രീതിയിൽ റിസ്ക് എടുക്കും. നമ്മൾ എപ്പോഴും റിസ്ക് എടുക്കുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മെച്ചമുണ്ടാവുകയുള്ളൂ. അപ്പോൾ നല്ല നല്ല റിസ്ക് എടുത്ത് ബിസിനസ്സിലുമൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഉയർച്ചകൾ വരുന്ന സമയമാണ്. നിങ്ങൾക്ക് ആശയ വിനിമയ ശേഷി വർദ്ധിക്കുന്നത് വഴി ജീവിതത്തിൽ വെച്ചടി ഉയർച്ച ഉണ്ടാകുന്ന ഒരു കാലഘട്ടം തന്നെയാണ് 2025 പകുതിയോടുകൂടി സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ രാഹുവിന്റെയും വ്യാഴത്തിന്റെയും ശനിയുടെയും ഈ ഒരു രാശിമാറ്റം കൂട്ടിച്ചിന്തിക്കുമ്പോൾ ധനുരാശിക്കാർക്ക് ഏറ്റവും മെച്ചപ്പെട്ട ഒരു സമയമാണ് വർഷങ്ങൾക്ക് ശേഷം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു രാശിമാറ്റം വളരെയധികം ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കും.